ഞങ്ങളിവിടെ താമസിക്കുന്നുണ്ട്, അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ്. വലിയ പ്രിയപ്പെട്ട താരമായിരുന്നോ? പ്രിയപ്പെട്ട താര. എന്താ അദ്ദേഹത്തിന്റെ ഒരു കോമഡി കാര്യങ്ങളൊക്കെ വരുന്നത്? കോമഡി കാര്യങ്ങളിൽ നല്ല ഹിറ്റായിട്ടുള്ള പരിപാടികളാണ്, ജനങ്ങളെ നല്ല ആകർഷിക്കുന്ന പരിപാടികളാണ് മൂപ്പരത്. അവസാനമായിട്ട് കാണാൻ വന്നതാണ്. നാട്ടുകാരനല്ലേ ഞങ്ങൾ ഇവിടുത്തെ. നിങ്ങളുടെ വീടിന് അയൽപ്പത്താണോ? അല്ല, സാറിന്റെ അയൽപ്പക്കം ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സിൻ്റെ അവിടെ റിലേഷൻ ഉണ്ട്. സാറിന്റെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് സങ്കടം വന്നിട്ട് പ്രതീക്ഷിക്കാത്ത ഒരിതാണ്. പ്രായമായിട്ടില്ല അതിനുള്ള ഓർത്തിരിക്കുന്ന ഒരിതാണ്. ഞാൻ സാധാരണ TV ഓഫ് ചെയ്തിട്ടു ഞാൻ എങ്ങും അങ്ങനെ പോകാറില്ല, ഇങ്ങനെ കണ്ടതുണ്ട്. പക്ഷെ ഇത് കാണാൻ പറ്റാത്ത ഒരു ഇതിൽ പോകുന്ന അങ്ങനെ കണ്ടു. വളരെയധികം ദുഃഖമുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ പുള്ളിയുടെ വൈഫിന് ടീച്ചറായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്. നമ്മുടെ അയൽവക്കമാണ്, എല്ലാവരോടും ഭയങ്കരമായിട്ട് ഇടപഴകുന്ന ഒരാൾ തന്നെയായിരുന്നു. നമുക്ക് ഏറ്റവും അതുല്യനായ ഒരു നടൻ, ഒരു ഹാസ്യ നടൻ. ശരിക്ക് അതൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ സിനിമയുണ്ടെങ്കിൽ പോയി കാണുക എന്നുള്ളതാണ് ഏറ്റവും മറ്റുള്ളവരെക്കാളും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പടത്തിനെ കാണാനാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. ആ ബാർബറാം ബാലനി എന്നുള്ള ആ പാട്ട്, ആ അഭിനയം, അതൊക്കെ തന്നെ നമ്മളെ എന്നും സ്മരിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് നമുക്ക് നമ്മളെ ജ്യേഷ്ഠ സഹോദരനായിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനായിട്ട് കാണാൻ കഴിയുന്ന ആളാണ്. നമുക്ക് സിനിമയിലെ ഇദ്ദേഹം ഇല്ലാത്തത് ഒരു വലിയ ശൂന്യതയാണ്. അയ്യോ, പുള്ളി ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോഴൊക്കെ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. പിന്നെ നാട്ടുകാരെ പറ്റി കൂടുതൽ അറിയാനുള്ള ഒരു ആഗ്രഹം പുള്ളി കാണിക്കാറുണ്ട്. പറവൂരെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും ഒരു അഭിമാനം തന്നെയായിരുന്നു ആ വ്യക്തി. ചിരിയുടെ രാജാവ് സലിമാറെ കണ്ടോമേ? കണ്ടോ? വലിയ ഇഷ്ടമായിരുന്നോ? അതെ, മലയാളത്തിന് ഒരു നല്ല ഹാസ്യ നടനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പിന്നെ ഒരു കഥാപാത്രത്തിൽ വേറെ ഇല്ല. ഹാസ്യം മാത്രമല്ല, ചിരിപ്പിക്കാനും നല്ല കഥകളും എല്ലാം